നമസ്കാരം. ഈ മാസം 18 തീയതി രാത്രി 19-ാം തീയതി അതിരാവിലെയാണ് കണ്ണവം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന കണ്ണൂർ സിറ്റി പോലീസിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിന് നേരെ ഒരു ആക്രമണം ഉണ്ടായത്. രാത്രിയിൽ ശബ്ദം കേട്ട് പുറത്ത് ഇറങ്ങിയ സമയത്ത് വീടിന്റെ പരിസരത്ത് ഒരു സ്റ്റീൽ ബോംബ് കണ്ടെത്തുകയായിരുന്നു. പിന്നീടുള്ള അന്വേഷണത്തിലാണ് അത് വീട്ടിന് നേരെ ആക്രമണം നടന്നതാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞത്. ഇതിന്റെ ഭാഗമായിട്ട് കണ്ണവം പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 128/26 ആയിട്ട് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തു. രാത്രിയിൽ നടന്നുകൊണ്ട് തന്നെ ഇനീഷ്യലി ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എവിഡൻസ് അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ആൾക്കാർ ആരാണ് ചെയ്തത് എന്നുള്ളതിനെ പറ്റി കണ്ടുപിടിക്കുന്നതിന് ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫോം ചെയ്തു. അതിന്റെ ഭാഗമായി കൂത്തുപറമ്പ് ACP CB ടോം, അതുപോലെ കണ്ണവം SHO സുമിത്ത്, SI അനൂപ് ഉൾപ്പെടെ SI ഹാഷിം, ദീപേഷ്, പ്രജിത്ത്, ബിജേഷ്, സുജിത്ത്, സുധീഷ്, പ്രജീഷ്, ഷമീർ, അർഷിത എന്നിവരുൾപ്പെടെയുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് രൂപീകരിച്ചു. അതിനെ തുടർന്ന് വളരെ വിശദമായ രീതിയിൽ തന്നെ ഈ ഒരു ഇൻസിഡന്റിന്റെ പുറകിൽ ആരാണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വളരെ ഇന്റൻസീവായിട്ടുള്ള ഒരു സെർച്ച് കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായിട്ട് പോലീസ് നടത്തുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഈ കേസിലെ പ്രതികളായിട്ടുള്ള 2 പേരെ ആ സമയത്ത് അവിടേക്ക് വന്ന് ഈ ഇൻസിഡന്റിൽ നേരിട്ട് പങ്കെടുത്ത 2 പേരെ, അതിൽ 1-ാം പ്രതി രാഹുൽ, 2-ാം പ്രതി ജിതിൻ എന്ന 2 ആൾക്കാരെ പോലീസ് ഇന്ന് രാവിലെ കസ്റ്റഡിയിലെടുത്തു. ബാക്കി വിശദമായ രീതിയിൽ ഈ കേസ് അന്വേഷിച്ചു വരികയാണ്. കൂടുതൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ? ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് പോലീസിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത് കണ്ണവത്തെ ഈ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചിട്ട് ചെറുവാഞ്ചേരി, ചുണ്ടയിൽ, തുടിക്കളം തുടങ്ങിയ ഭാഗങ്ങളിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സംഘർഷ സാഹചര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി ചലഞ്ചിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം നമ്മൾക്ക് എക്സാക്ട് ഈ പ്രതികൾ വന്ന വാഹനവുമായി ബന്ധപ്പെട്ടതോ അതല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷ്വൽസ് നമുക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് കുറേയേറെ വിഷ്വൽസ് ഈ കേസുമായി ബന്ധപ്പെട്ട് കിട്ടിയെങ്കിലും വളരെ ഗ്ലെയർ ആയിട്ടുള്ള വിഷ്വൽസ് ആണ്. നൈറ്റിലുള്ള വിഷ്വൽസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അവിടെയാണ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ എക്സലൻസ് നമ്മൾ പ്രത്യേകിച്ച് പരാമർശിക്കേണ്ടത്. അത്തരത്തിലുള്ള വിഷ്വൽസിന്റെ ഒരു കൃത്യമായിട്ടുള്ള വിഷ്വൽസ് ഇല്ലാതിരുന്നിട്ട് പോലും നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെയുള്ളത് മറച്ചിട്ടാണ് പ്രതികൾ ഈ സംഭവ സ്ഥലത്തേക്ക് വന്നിരുന്നത്. പക്ഷെ നമ്മുടെ നൈറ്റ് ടീം ആ സമയത്ത് തന്നെ അലേർട്ടായിരുന്നു. ആ സമയത്ത് തന്നെ വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള ചെക്കിംഗ് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. അതോടൊപ്പം മറ്റൊരുപാട് സാഹചര്യങ്ങളും സർക്കംസ്റ്റാൻസസും സയന്റിഫിക് എവിഡൻസും കൂടെ കൊറാബറേറ്റ് ചെയ്തിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു എവിഡൻസ് കളക്ഷനിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പ്രതികളെ അറസ്റ്റ് ചെയ്തത്. അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പോലീസ് ആക്ഷൻസ് ആണ് ഈ പ്രതികളെ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ്. ഇവർ ഈ പ്രദേശത്തുകാരല്ല, അപ്പോൾ ഇതിൽ കൂടുതൽ പേരുണ്ടാവാനുള്ള സാധ്യത കൂടുതലല്ലേ? ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരെങ്കിലുമൊക്കെ ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് കൂടുതൽ ആൾക്കാരുണ്ട് എന്നുള്ളത് തെളിവ് സഹിതം പോലീസ് മനസ്സിലാവുന്ന സമയത്ത് ഈ കേസിലേക്ക് കൂടുതലായിട്ടുള്ള അറസ്റ്റുകളും കൂടെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെടുത്തി അന്വേഷണം നമ്മുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതികൾ സഞ്ചരിച്ച വാഹനങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. പ്രതികളെ സഞ്ചരിച്ച വാഹനങ്ങളുടെ ഒരു ഐഡന്റിഫിക്കേഷനിൽ നിന്നാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഡിറ്റക്ഷനിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള റിക്കവറിയും കാര്യങ്ങളും അതിന്റെ ഭാഗമായിട്ടുള്ള പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് 2 പേർക്കും പല ക്രിമിനൽ കേസുകളും ഉള്ള ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരാണ്. അവരുമായി ബന്ധപ്പെടുത്തിയിട്ടും കൂടുതലായിട്ടുള്ള മുൻകാലങ്ങളിലെ കേസുകളിലേക്കുള്ള ബോണ്ട് വയലേഷൻസുമായി ബന്ധപ്പെടുത്തിയിട്ട് ജാമ്യാവസ്ഥ റദ്ദു ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ പ്രതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ പല കേസുകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതിൽ മുൻപ് രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ പ്രതികളായിട്ടുള്ള ആൾക്കാർ ഈ കേസിലുണ്ട്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെടുത്തിയിട്ട് പോലീസിന് പറയാനുള്ള കാര്യം ഇത്രയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പോലീസ് ഔദ്യോഗികമായിട്ടുള്ള കൃത്യനിർവഹണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന സമാധാന അന്തരീക്ഷം കാത്തുസൂക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പോലീസിന്റെ ഭാഗത്ത് നടപടികൾ ഉണ്ടാവുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് പോലീസിന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുക എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ വൃഥാവിലാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെട്ടുള്ള മുഴുവൻ ആൾക്കാരെയും പോലീസ് അറസ്റ്റ് ചെയ്യും. കൂടുതൽ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട്. ഇന്റൻസീവ് ആയിട്ടുള്ള ചെക്കിങ്ങും റെയ്ഡ്സും ഈ ഭാഗങ്ങളിൽ പോലീസ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ആത്മവിശ്വാസത്തെ നിർവീര്യമാക്കുക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ പ്രതികൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വഴി അവരെ കൂടുതലായിട്ട് പ്രതികളെ പിടികൂടുന്നതിനും വളരെ കൂടുതലായിട്ടുള്ള സ്ട്രിഞ്ചന്റ് ആക്ഷൻസിലേക്ക് പോലീസ് മുന്നോട്ട് പോകും എന്നാണ് സിറ്റി പോലീസിന്റെ ഭാഗത്തു നിന്ന് പറയാനുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതലായിട്ടുള്ള ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ആൾക്കാരെ അവരുടെ റോള് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുന്നതിനോടൊപ്പം കൂടുതൽ അറസ്റ്റ് കേസിലേക്ക് ഉണ്ടാകും. ഈ പോലീസുകാരനോട് എന്തെങ്കിലും പ്രത്യേക വൈരാഗ്യമോ അങ്ങനെ എന്തെങ്കിലുള്ളതായിട്ട് തോന്നിയില്ല? നമ്മളുടെ അന്വേഷണത്തിൽ മനസ്സിലാകുന്നത് ഇത്തരത്തിലൊരു ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു പോലീസ് ആക്ഷൻസ് ഇവിടെ ഉണ്ടാകുന്നത് കൊണ്ട് പോലീസിന്റെ ഒരു
എൻറ്റിറ്റി എന്ന രീതിയിൽ, ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന രീതിയിൽ ഒരാൾ ആക്രമിക്കുക എന്നുള്ളതാണ് അക്രമികൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ തരത്തിലുള്ള ഒരു ആക്രമണം ആസൂത്രിതമാക്കിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ എത്ര പേര് ഇതിൽ പിന്നെ ഇനി കൂടുതൽ പ്രതികൾ ഉണ്ടാവുന്നു? നിലവിൽ ഈ ഇൻസിഡന്റിൽ നേരിട്ട് പങ്കെടുത്ത 2 പേരാണ്. പക്ഷെ ഇതിന്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടിട്ട് ഇതിന്റെ പിന്നിൽ മറ്റാരെങ്കിലും ഒക്കെ ഇതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടോ എന്നുള്ളത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ടീം കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, അന്ന് ഈ സംഭവ സമയത്ത് അത് പ്രതികൾ നമ്മൾ ഇനീഷ്യലി കേസ് സെക്ഷൻ 4 ഓഫ് ഈ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരമാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തിരുന്നത്. അതിനുശേഷം ഇത് ഒറിജിനൽ ആണ് എന്നുള്ളത് BDDSന്റെ സർട്ടിഫിക്കേഷൻ വന്നതുകൊണ്ടും അതോടൊപ്പം ഇതിൽ കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കണം എന്നുള്ള പ്ലാനിങ് ഉള്ളതുകൊണ്ടും പിന്നീട് ഇതിൽ അറ്റംപ്റ്റ് ടു മർഡർ സെക്ഷൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇതിന്റെ തുടർന്നുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അന്വേഷണത്തിന് ശേഷം നമുക്ക് നോക്കണം.